നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾക്കെല്ലാം കൂടി പൊതുവായി പറയുന്ന പേരെന്ത്? ദ്രവ്യം, ധ്രുവം, ധാതു ഇവയൊന്നുമല്ല. വസ്തുക്കൾക്കെല്ലാം കൂടി പൊതുവായി പറയുന്ന പേര് ദ്രവ്യം എന്നാണ്. ജലത്തിൻ്റെ ശുദ്ധരൂപം ഏത്? മഴ, ഐസ്, മഞ്ഞ്, ആലിപ്പഴം. താഴെ പറയുന്നവയിൽ ജലത്തിൻ്റെ ശുദ്ധരൂപം ഏത്? മഴയാണ് ജലത്തിൻ്റെ ശുദ്ധരൂപം. വിംബിൾഡൺ കോർട്ട് ഏത് രാഷ്ട്രത്തിലാണ്? ബ്രിട്ടൻ, ഇറ്റലി, സ്പെയിൻ, യൂറോപ്പ്. വിംബിൾഡൺ കോർട്ട് ഏത് രാഷ്ട്രത്തിലാണ്? ബ്രിട്ടനിലാണ്. കേരളത്തിലെ വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി, തേക്കടി, ബേക്കൽ, മറയൂർ. വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ എത്ര? 46, 80, 206, 639. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ 639 ആണ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം ഏത്? അപസ്മാരം, അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, മീനാമാത. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗമാണ് പാർക്കിൻസൺസ്. ദി സെക്കൻഡ് ലൈഫ് എന്ന പുസ്തകം എഴുതിയതാര്? ക്രിസ്ത്യൻ ബർണാർഡ്, ചാൾസ് ഡാർവിൻ, സലിം അലി, അരിസ്റ്റോട്ടിൽ. ദി സെക്കൻഡ് ലൈഫ് എന്ന പുസ്തകം ക്രിസ്ത്യൻ ബർണാർഡാണ് എഴുതിയത്. എന്തിനെയാണ് ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത്? തിമിരം, ഗ്ലോക്കോമ, വർണ്ണാന്ധത, കോങ്കണ്ണ്. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? വർണ്ണാന്ധതയെ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. ജീവകം എ, ജീവകം സി, ജീവകം ഇ, ജീവകം കെ. ജീവകം ഇ ആണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? കമൽജിത്ത് സന്ധു, എം ഡി വത്സമ്മ, ഷൈനി വിൽസൺ, പി ടി ഉഷ. കമൽജിത്ത് സന്ധു ആണ് ശരിയായ ഉത്തരം. പഞ്ചാബിലെ ലുധിയാന നഗരം ഏത് നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ്, സരയൂ, ചിനാബ്, ഹൂഗ്ലി. ലുധിയാന നഗരം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദീതീരത്താണ്. റേഡിയോ ആക്റ്റീവതയുടെ യൂണിറ്റ് ഏത്? ക്യൂറി, പ്ലൂട്ടോ, പോളി ഇവയൊന്നുമല്ല. റേഡിയോ ആക്റ്റീവതയുടെ യൂണിറ്റ് ഏത്? ശരിയായ ഉത്തരം കമന്റ് ചെയ്യുക. സന്തോഷ് ട്രോഫി എന്ത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ, ക്രിക്കറ്റ്, ടെന്നീസ്, ഹോക്കി. സന്തോഷ് ട്രോഫി എന്ത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ചെറുശ്ശേരി, കുമാരനാശാൻ, വള്ളത്തോൾ, വൈക്കം മുഹമ്മദ് ബഷീർ. പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് വള്ളത്തോളിനെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി, എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? കാഞ്ചൻജംഗയാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ആദ്യത്തെ മലയാളി ഗവർണർ ആര്? വി വി ഗിരി, വി വിശ്വനാഥൻ, പി സദാശിവം, ബി കൃഷ്ണറാവു. കേരളത്തിലെ ആദ്യത്തെ മലയാളി ഗവർണർ വി വിശ്വനാഥൻ ആയിരുന്നു. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, ബാലഗംഗാധര തിലകൻ. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര. സ്ത്രീയോനിയുടെ കന്തിൻ്റെ യഥാർത്ഥ ആകൃതി എന്ത്? ചെറിയ മുട്ടുപോലെ, വട്ടത്തിൽ,
മുകുളം പോലെ ചതുരാകൃതി. സ്ത്രീയോനിയുടെ കന്തിൻ്റെ യഥാർത്ഥ ആകൃതി മുകുളം പോലെയാണ്.